കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഭൂതത്താൻകെട്ട് ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്താൻ സാധ്യത. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നേക്കും. പെരിയാറിന്റെ കരകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുള്ളതിനാൽ ചാലക്കുടി പുഴയുടെ പറവൂർ മേഖലയിലെ കൈവഴികളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്ന് എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. PT മുഹമ്മദ് ജസീം ചേരുന്നുണ്ട്. ജസീം, സംസ്ഥാനത്ത് പലയിടത്തു നിന്നായി മഴ കനക്കുന്ന വാർത്തകളാണ് വരുന്നത്. നേരത്തെ വടക്കൻ ജില്ലകളിലെ സ്ഥിതി സാനിയോ പങ്കുവയ്ക്കുകയുണ്ടായി. മധ്യ കേരളത്തിലെ സ്ഥിതി എന്താണ്? ഈ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുമെന്ന കാര്യം പ്രദേശവാസികളെ അറിയിച്ചിട്ടുണ്ടോ? റോഷിനി, പെരിയാറിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. കാരണം ജില്ലയിൽ മഴ കനത്ത് തുടങ്ങുകയാണ്. ഇന്നിപ്പോൾ വൈകിട്ട് ഇടവിട്ട് പെയ്യുന്ന മഴയാണെങ്കിൽ പോലും ആ മഴ വളരെയധികം ശക്തിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് പറയുന്നത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഭൂതത്താൻകെട്ട് ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് അറിയിച്ചിട്ടുള്ളത്. അത് ഏത് നിമിഷവും തുറക്കാവുന്നതാണ്. നാളെ അതിനുള്ളൊരു സാധ്യത കൂടിയുണ്ട് എന്നാണ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ പെരിയാറിന്റെ കരകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം പെരിയാറിൽ എപ്പോഴും മത്സ്യബന്ധനത്തിൽ ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ ഇറങ്ങുന്നതും അതുപോലെ കുളിക്കാൻ ഉൾപ്പെടെ ഇറങ്ങുന്നതുമാണ്. അതുകൊണ്ട് സമീപത്തുള്ളവർ ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ തവണ മഴ പെയ്തപ്പോഴും ഇതേ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അന്നും ഭൂതത്താൻകെട്ട് ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായിരുന്നു. അത് ഇപ്പോഴും തീവ്രമഴ തുടരുന്ന സാഹചര്യത്തിൽ അതിനുള്ള ഒരു സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. അതുപോലെ തന്നെ പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ചാലക്കുടി പുഴയുടെ പറവൂർ മേഖലയിലെ കൈവഴികളിലും ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതും വലിയ തോതിൽ ആളുകൾ ബാധിക്കാനൊരു സാധ്യതയുള്ള കാര്യം കൂടിയാണ്. പെരിയാറിൽ ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇടവിട്ട മഴയാണെങ്കിലും മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കുട്ടമ്പുഴ പഞ്ചായത്ത് മണികണ്ഠാൻചാൽ ചപ്പാത്ത് മുങ്ങിയിരിക്കുകയാണ്. ഇത് മുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ചപ്പാത്തിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലും വനമേഖലകളിലും വൈകിട്ട് മുതൽ കനത്ത മഴ തന്നെ പെയ്യുന്നുണ്ട്. ഈ മഴ തുടരുകയാണെങ്കിൽ ഈ ചപ്പാത്ത് മുങ്ങിയ സാഹചര്യമാണുള്ളത്. അത് തുടരുകയാണെങ്കിൽ മണികണ്ഠൻചാൽ ഗ്രാമവും മുറിയംപൊട്ടി വെള്ളാരംകുത്ത് എന്നീ ആദിവാസി ഗ്രാമങ്ങളിലേക്കുള്ള വഴിയും അത് ഈ മുങ്ങിയ ചപ്പാത്ത് വഴിയാണ്. അത് അവിടേക്കുള്ള ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എറണാകുളം ജില്ലയുടെ മലയോര മേഖലയെ അതേപോലെ തന്നെയാണ് എറണാകുളം ജില്ലയുടെ തീരദേശ മേഖലയും. കഴിഞ്ഞ മഴകളിലെല്ലാം ഉണ്ടായതുപോലെ തന്നെയാണ് ഇവിടെ കടൽക്ഷോഭം രൂക്ഷമാണ്. ഈ കടൽക്ഷോഭം രൂക്ഷമാകുന്നത് പല വീടുകളിലേക്കും വെള്ളം കയറുന്നതിന് സാഹചര്യമുണ്ട്. അത് വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട്. അതുകൊണ്ട് വീടുകളിലേക്ക് വെള്ളം കയറാനും അതുപോലെയുള്ള ദുരിതങ്ങൾക്കും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഏതായാലും എറണാകുളം ജില്ലയിൽ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശക്തമായ മഴ നാളെയും ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടിയുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് പെരിയാറിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് എന്നും മലയോര മേഖലകളിൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. PT മുഹമ്മദ് ജസീമാണ് വിവരങ്ങൾ നൽകിയത്. പെരിയാറിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. സമീപ പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം.